വെൽക്കം ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് കൊളുക്കുമല ട്രിപ്പ്. നേരെ പരവരാന്ന് വെളുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. വലിയ ഉത്സാഹമൊന്നും ഇല്ലെങ്കിൽ ഞാൻ പയ്യെ തത്തിപ്പിടിച്ചെണ്ണിട്ട് വന്നു കേട്ടോ. എന്തിനാണെന്നല്ലേ, കൊളുക്കുമല സൺറൈസ് കാണാനുള്ള പോക്കായിരുന്നു അത്. But I realized my energy level is so down that I was not feeling confident to go for a hike at that time. So I decided to stay behind. But അതൊരു മിസ്സിംഗ് ആയേ എനിക്ക് തോന്നാത്ത വിധത്തിലുള്ളൊരു സൺറൈസും അതുപോലൊരു വല്ലാത്ത പീസും തണുത്ത കാറ്റും. It was so magical that I never wanted to go anywhere from there. ഹൈക്ക് ചെയ്ത് കൊളുക്കുമല പോകാത്തതിൻ്റെ ഒരു നഷ്ടബോധം എനിക്ക് ഫീൽ ചെയ്യാത്ത എഫക്റ്റ് ആയിരുന്നു ഈ ഒരു സൺറൈസ്. സൂര്യനെല്ലിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ വെതർ, സൺറൈസിൻ്റെ പാറ്റേൺ എല്ലാം മാറി മാറി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിച്ച് വന്നാൽ മാത്രമാണ് നമുക്ക് ശരിക്കും സൺറൈസ് കാണാൻ പറ്റും. ഇപ്പോൾ ശരിക്കും കണ്ടിട്ട് ഇതെവിടെ ഉദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുണ്ട് ക്ലൗഡ് ബെഡ് കാരണം മൂടി കിടക്കുവാണ്. നമുക്കാണത് മുകളിലോട്ട് കയറി പോയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ കാണാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. ബട്ട് വി ഡോണ്ട് ഹാവ് എനി ഐഡിയ. പിന്നെ ഇതാണ് കാറ്റിൻ്റെ അവസ്ഥ. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോണ റെയിൻ ബിക്കോസ് കണ്ട ക്ലൗഡ് കറുത്ത ക്ലൗഡാണ് വന്നെ. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോണ ബി. കുറച്ച് താഴെ ഇറങ്ങി ചെന്നപ്പോൾ ഇതാണ് വ്യൂ അപ്പുറത്തെ സൈഡിലത്തെ, അതും ചിന്നപ്പൊളി. നമ്മൾ നടക്കുന്നത് ട്രൈപോഡൊക്കെ പിടിച്ച് നടക്കുന്നത് തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെയാണ്. ആൻഡ് ദാറ്റ്സ് ദ വ്യൂ ഐ ആം ഗെറ്റിംഗ്. Oh my god guys, I can't even explain how joyful to watch this. ഇതൊക്കെ കടത്തി വെട്ടണ വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷെ ടോപ്പില് ഇതാണ് ഫേമസ് കൊളുക്കുമല സൺറൈസ് ഗൈസ്. സൂര്യൻ ഉദിച്ച് വരുമെന്ന് തോന്നിയപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് എക്സൈറ്റ്മെന്റ് അങ്ങനെ കയറി നിറഞ്ഞു കേട്ടോ. പിന്നെ ആ തൈലത്തോട്ടത്തിൽ കൂടെ ഓടി ട്രൈപോഡും കണ്ട് നോക്കി നിൽക്കുമ്പോൾ കളറും ഷെയ്ഡ്സും എല്ലാം മാറും കേട്ടോ. കൊളുക്കുമലയിലെ ഫേമസ് സൺറൈസ് കണ്ടില്ലെങ്കിലും ഈ കണ്ട സൺറൈസ് എന്നെ ഹാപ്പി ആക്കി കളഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്യൂ അവേഴ്സ് എനിക്ക് വേണ്ടി മാത്രം ആ ക്യാമ്പ് ഒരുങ്ങി വന്ന പോലെയായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ്, കണ്ണ് പറിക്കാതെ നോക്കി നിൽക്കാൻ തോന്നുന്നു ഇങ്ങോട്ടേക്ക്. വല്ലാത്തൊരു സന്തോഷമായിരുന്നു എൻ്റെ ഉള്ളിൽ ആ ടൈമില്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. ഇറ്റ് വാസ് കാം, ഇറ്റ് വാസ് പീസ്, ദർ വാസ് വിൻഡ്, എവറിത്തിങ് വാസ് പെർഫെക്റ്റ്, സോ പ്രിറ്റി. ഡസൻറ്റ് വോണ്ട് ടു തിങ്ക് അബൌട്ട് എനിത്തിങ് വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. ഐ വാസ് സോ ഹാപ്പി അറ്റ് ദാറ്റ് മൊമെൻറ്റ്. കുറേ നേരം തുള്ളിച്ചാടി ക്യാമ്പിൻ്റെ എല്ലാ സൈഡിൽ തന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. പിന്നെ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റും നല്ല പുട്ടും കടലയും തിന്നു. എന്നിട്ട് സുന്ദരി കുട്ടിയായി. സോ നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഫുൾ റെഡി ആയി ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. 1.8 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈനും ഇവിടെ ഈ സൂര്യനെല്ലിയിൽ ബ്ലാക്ക് ഈഗിൾസിലാണുള്ളത്. സോ ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ്, അവർ പ്രൈസ് റേഞ്ച് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് വീക്ക് ഡേയ്സിൽ 3,250, വീക്കെൻഡ്സിൽ 3,750 ആണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 8:30 till 5 PM. അപ്പോൾ ദേ ഈ ഒരു വ്യൂവിൽ ആ ഒരു വീടുകളുടെയൊക്കെ അപ്പുറത്തേക്ക് മറഞ്ഞിങ്ങനെ പോവും ആ സിപ്പ് ലൈൻ. ഇറ്റ്സ് സോ പ്രിറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് യു ആക്ച്വലി ലൈ ലൈക്ക് ദാറ്റ് പിക്ചർ. നമ്മൾ ഇന്നലെ താമസിച്ചത് ഈ ഒരു ക്യാമ്പ് സൈറ്റിലാണ് എല്ലാവരും താമസിച്ചത്. ആൻഡ് ഇറ്റ് വാസ് സോ പ്രിറ്റി. ആൻഡ് ആ കാണുന്ന ഈ ഒരു പീക്കിൽ അതാണ് ബോസ് പീക്ക് എന്ന് പറയുന്നത്. ആ പീക്ക് കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ആണ്. ഇവിടെ ഈ മറഞ്ഞു നിൽക്കുന്നിടത്ത് ഒരു മലയുണ്ട്, അതാണ് മീശപ്പുലിമല ആക്ച്വലി ഗൈസ്. അപ്പോൾ എനിബഡി ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ കമ്മിങ് ടു സൂര്യനെല്ലി, പ്ലീസ് ഡു കം ബിക്കോസ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. It's so beautiful and it's not at all explainable. It's that beautiful. അപ്പോൾ അതേ ഗൈസ്, രാവിലെ തന്നെ ചേച്ചി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ബക്കറ്റും കത്തിയും വെച്ചിട്ടാണ് ഇവർ തേയില നുള്ളി എടുക്കുന്നത് കേട്ടോ. അതിവിടെ വർക്ക് ചെയ്യുന്ന ഈ കൊളുന്ന് നുള്ളാൻ വന്ന അവരുടെയൊക്കെ ഫാമിലീസാണ്. ഇവിടെ ഈ ഫാക്ടറി ബേസ്ഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. കാര്യം പറഞ്ഞാൽ എക്കോസിസ്റ്റം നശിപ്പിച്ച് വെച്ചാണ് ഈ ചെടികളൊക്കെ ആണെങ്കിലും ഈ ഒരു ലുക്ക് വൈസ് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇതിൽ അങ്ങ് കൊളുത്തി പോകും ഗൈസ്. പിന്നെ എൻ്റെ വക കുറച്ച് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും താഴെ ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ ഈ പിക്കൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്പോട്ടിലേക്ക് എൻ്റർ ചെയ്തു, വിച്ച് വാസ് എ വാക്ക് ഓഫ് 7 kilometers ത്രൂ ദിസ് ബ്യൂട്ടിഫുൾ ടീ പ്ലാന്റേഷൻ.
അങ്ങനെ ബ്ലാക്ക് ഈഗിൾ ക്യാമ്പ് സൈറ്റിനോട് വിട പറഞ്ഞ് നമ്മൾ പയ്യെ നടന്നു തുടങ്ങിട്ടോ. അത്യാവശ്യം തിരക്കൊക്കെയുള്ള ജീപ്പിന്റെ റോട്ടിൽ കൂടെയായിരുന്നു സ്റ്റാർട്ടിങ്. ഈ കാണുന്ന തേയിലകളെല്ലാം കുറെയൊക്കെ പുതിയതാണ്, കുറെ എല്ലാം 100 years ഓൾഡിൽ പഴക്കം വരും. അന്ന് എസ്റ്റേറ്റ് വെച്ച സമയത്തുള്ളതാണ്. എസ്റ്റേറ്റ് ഇവരെടുത്ത സമയത്ത്, അന്ന് ബ്രിട്ടീഷുകാരുടെ സമയത്ത് വെച്ചതാണ് ഇതെല്ലാം. തേയിലക്കാടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഇക്കോസിസ്റ്റത്തിന് പറ്റുന്ന ഒരു സാധനമല്ലേ തേയിലക്കാട് എന്ന് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതികൾ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നിന്ന് പോകുന്നതാണ്. തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ വ്യൂ. ഇങ്ങനെ നടന്നിരുന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അല്ല, ആക്ച്വലി അത് മീശ പുൽമലയാണ്. അതിന്റെ പുല്ല് മീശ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് മീശ പുൽമല എന്നാണ് പറഞ്ഞത്. പിന്നെ ആൾക്കാർ പറഞ്ഞു മീശ പുലിമല എന്നാക്കിയതാണ്. അത്യാവശ്യം പണിയുള്ള ഒരു ട്രക്ക് തന്നെയാണ്. തീരെ നല്ല കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഡൗൺ ഹിൽ ഫുള്ളായ കാരണം കാലിനൊരു ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് തേയിലത്തോട്ടത്തിൽ കയറും, പിന്നെ കുറേ നേരം റോട്ടിൽ നടക്കും, പിന്നെ കുറേ കല്ലൊക്കെ വട്ടം ചാടും. അങ്ങനെ കുറേ കാടിൻ്റെയും മാലയുടെയും ഒക്കെ സൈഡിൽ കൂടിയായിരുന്നു നമ്മുടെ ഈ ഒരു വാക്ക്. ജനറൽ മാനേജറിന്റെ ബംഗ്ലാവ്, അയാളാണ് ഈ സ്ഥലത്തിന്റെ ഫുൾ കൺട്രോൾ. അയാളൊരു ഒഡീഷക്കാരനാണ് ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട്. അതെ, കുറച്ച് നാൾ മുന്നേ വേറൊരാളായിരുന്നു, HML വെക്കുന്ന ഒരാളാണ്. അതേപോലെ കുറേ ബംഗ്ലാവ് ഉണ്ട് ഇവിടെ. അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്, കണ്ടോ? ആ കാടിന്റെ ഇടയിൽ അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്. ആ കാണുന്ന കാടിന്റെ അപ്പുറത്തൊരു ബംഗ്ലാവ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് ഗുണ്ടുമല എന്ന് പറഞ്ഞിട്ട് ഗുണ്ടുമല ബംഗ്ലാവ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം ബംഗ്ലാവുകൾ ഇതിന്റെ അകത്തുണ്ട്. ഈ കാണാണ് കേട്ടോ മൂന്നാറിന്റെ സുന്ദരിയായ മീശപ്പുൽമല, എല്ലാവരുടെയും മീശപ്പുലിമല. അത്യാവശ്യം ടയറിംഗ് ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് ഈ ഒരു ട്രക്ക് കേട്ടോ. ബട്ട് കൂട്ടത്തിൽ കുറച്ച് ഹിസ്റ്ററിയും എക്സ്പ്ലനേഷൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ ഈ വാക്ക് ചെയ്തത്. നല്ല ഹെവി ട്രക്കിംഗ് ആയിരുന്നു. ഒരു 7 കിലോമീറ്റർ നമ്മൾ നടന്ന് ഈ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെ വന്നു. അങ്ങനെ നടന്ന് ടീ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റിൽ ചെന്ന് 2 സെറ്റ് ടീയും വാങ്ങിച്ച് സൂര്യനോട് ഞാൻ ബൈ ബൈ പറഞ്ഞു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.